നന്ദിനി തന്നെയാണോ? ആ. ഒരാള് വിളിച്ച നീ നിക്കുന്ന സ്ഥലത്ത് നിന്നാണോ വിളി കേൾക്കുന്നേ? ഇറങ്ങി വരാൻ നിനക്ക് എന്താ ഇത്ര താമസം? അത് അടുക്കളയിലായിരുന്നോണ്ട് കയ്യിലാകെ സാധനങ്ങളായിരുന്നു. നീ ഇവിടുത്തെ ജോലിക്കാരിയാണോ അതോ ഇവിടുത്തെ വീട്ടുകാരിയാണോ? പിന്നെ ഞങ്ങൾ കുറച്ചു നാൾ ഇവിടെ ഉണ്ടാവും. ഇവിടെ നീ കാണിക്കുന്ന അഹങ്കാരമൊക്കെ ഞാൻ കേട്ടറിഞ്ഞതാ. എന്നും പറഞ്ഞ അതൊന്നും നീ എന്റെ അടുത്തേക്ക് എടുക്കാൻ നോക്കരുത്. ഞാൻ കുറച്ച് ഡിഫറന്റാ, അത് നിനക്ക് വൈകാതെ മനസ്സിലാവും. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ്. കാറിൽ എന്റെ ലഗേജ് ഇരിപ്പുണ്ട്, നീ അതെടുത്ത് എന്റെ മുറിയിലേക്ക് കൊണ്ടുപോവാ. അത് പോവാൻ. മാഡം, ലഗേജ് ഞാൻ എടുത്തു തരാം. നന്ദിനി മോള് അടുക്കളയിലോട്ട് പോ. ആരെടുക്കണമെന്ന് താരാണോ തീരുമാനിക്കുന്നേ? സാധാരണ ആരെങ്കിലും വന്ന പെട്ടിയും സാധനങ്ങളൊക്കെ ഞാനാണ് എടുക്കാറ്. ഓ, സാധാരണ ആരെങ്കിലും വന്ന അങ്ങനെയായിരിക്കും. പക്ഷേ ഹരിത വരുമ്പോ അങ്ങനെയല്ല. ഹരിത ഈസ് ഡിഫറെന്റ്. തനിക്കിത് മനസ്സിലായോ? പിന്നെ ഞാൻ ആരോട് എന്ത് ജോലി ചെയ്യാൻ പറയുന്നോ അത് അവര് ചെയ്തിരിക്കണം. ഇനി നീ എന്ത് കാണാൻ നോക്കി നിൽക്കുക? പോയി എടുത്തിട്ട് വാ. മോളെ, എന്താ മാഡം? വേറെ ഒരു ജോലിക്കാരൻ. ഇവിടെയുള്ളവർക്കൊന്നും ചങ്കൂറ്റും ഇല്ലാഞ്ഞിട്ടാ. അല്ലെങ്കിൽ നീയൊക്കെ ഇവിടുന്ന് എന്നെ പോയേനെ. ഞാനൊന്ന് നോക്കട്ടെ നിന്നെയൊക്കെ ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന്. പോടോ. നന്ദിനി, നന്ദിനി, ഇതെന്താ ഇത്? ഇത് ഹരിത മാഡത്തിന്റെ ബാഗാ. അവരുടെ ലഗേജ് അവർക്ക് എടുക്കാൻ അറിയില്ലേ? താൻ എന്തിനാ ഇതൊക്കെ എടുക്കുന്നത്? അല്ല, ഇതൊക്കെ നമ്മളല്ലേ കൊണ്ടുപോയി കൊടുക്കണ്ടേ, അത് സാരമില്ല. അങ്ങനെ വല്ല നിയമമുണ്ടോ? താൻ അതവിടെ വെച്ചാൽ മതി. അല്ല, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം, മാഡം പറഞ്ഞിട്ടാ. അവിടെ വെക്കാനല്ലോ പറഞ്ഞേ. രാജോട്ടാ, രാജോട്ടാ വരുന്നു സാറേ. അതെ, വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റുകൾ വന്നാ അവരുടെ മുമ്പിൽ താൻ വേലക്കാരി ആവേണ്ട കാര്യമൊന്നുമില്ല. താൻ എന്റെ ഭാര്യ. അതിന്റെ ഭാര്യമാര് പെട്ടിയെടുക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താ സാറേ? നന്ദിനി ഈ പെട്ടി എടുക്കുന്നത് താൻ കണ്ടില്ലേ? എടോ, ഇത്രയും ഹെവി ആയൊരു ജോലി നന്ദിനിയാണോ ചെയ്യേണ്ടത്? പിന്നെ തന്റെ ആവശ്യം എന്താ? പെട്ടി ഞാൻ എടുക്കാൻ പോയതാ സാറേ. അപ്പൊ നന്ദിനി മോള് എന്നെ പെട്ടി എടുത്താൽ മതിയെന്ന് ഹരിത മാഡം പറഞ്ഞു സാറേ. ഓ, ഹരിത മാഡം. രണ്ടുപേരോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ ആരെങ്കിലും വിരുന്ന് വന്നിട്ടുണ്ടെങ്കിൽ വിരുന്ന് കഴിയുമ്പോൾ അവരങ്ങ് പോവും. അല്ലാതെ നിങ്ങൾ ആരും അവരുടെ അടിമകളാകേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? എന്തിനാ സാർ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാനിത് കൊണ്ടുപോയി കൊടുത്തോളാം. തന്നോട് താഴെ വെക്കാനാ പറഞ്ഞത്. Hey, what's going on? ഇത്ര നേരായിട്ടും എനിക്ക് പെട്ടി റൂമിൽ എത്തിക്കാറായില്ലേ? നന്ദിനിയോട് പെട്ടി എടുത്തുകൊണ്ട് വരാൻ നീയാണോ പറഞ്ഞത്? യെസ്. ഇത്തരം ജോലികൾ വേലക്കാരികളെ ആണല്ലോ ഏൽപ്പിക്കേണ്ടത്. ഷീസ് മൈ വൈഫ്. ഞാനത് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞതാണ്. എടോ, എങ്ങനെ വൈഫായി എന്നൊക്കെ എനിക്ക് അറിയാം.
ആലോചിച്ചുറപ്പിച്ച് കല്യാണം കഴിച്ചൊന്നും അല്ലല്ലോ. വഴിവക്കിലിരിക്കുന്നവളെ താലി കിട്ടിയെന്നല്ലേ ഉള്ളൂ. അവൾക്ക് ഈ വേലക്കാരിയുടെ പോസ്റ്റ് തന്നെ ധാരാളം. എടുത്തോണ്ട് വാടി. ദേ, നിന്റെ ലഗേജ് നിന്റെ മുറിയിൽ എത്തണമെങ്കിൽ നീ തന്നെ എടുത്തോണ്ട് പോണം. നന്ദിനി അത് കൊണ്ടുവരില്ല. താനെന്നെ വെല്ലുവിളിക്കുകയാണോ? ഇവളെ കൊണ്ട് ഈ പെട്ടി എടുപ്പിച്ച് എന്റെ മുറിയിൽ എത്തിക്കാൻ എനിക്കറിയാം. അവളൊരു എടോ. പെട്ടി. പിന്നെ ദേ, എന്റെ അമ്മയെ അനുകരിക്കുന്നവളാണ് നീയെന്ന് നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞിരുന്നു. പക്ഷേ പൂർണ്ണമായിട്ട് പത്മാമയുടെ ആവാൻ ശ്രമിക്കണ്ട. ആയിക്കഴിഞ്ഞാലേ പ്രശ്നമാ. എടുത്തിട്ട് പോടി നിന്റെ പെട്ടി. എടി, എടുത്തിട്ട് പോവാൻ. എന്തേ പറ്റുന്നില്ലേ? നന്ദിനിക്ക് ഇത് ചുമന്ന് നിന്റെ മുറിയിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നിനക്ക് ഇത് കൊണ്ടുപോവാം. കാണട്ടെ നിന്റെ ചങ്കൂറ്റം. കൊണ്ടുപോ.